ഇനി ശബരിമല വിശേഷങ്ങളിലേക്കാണ് തങ്കയങ്കി യാത്ര. പമ്പയിൽ എത്തിച്ചേർന്ന തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. തങ്കയങ്കി സ്വീകരിക്കാനായി ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ സന്നിധാനത്തൊക്കെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, അല്പസമയത്തിനകം തന്നെ സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരുമെന്നാണ് മനസ്സിലാകുന്നത്. അവിടെ സ്വീകരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും സജ്ജമായി എന്ന് മനസ്സിലാകുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് അറിയുന്നത്? ഘോഷയാത്രയെ സ്വീകരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ തങ്കയങ്കി സോപാനത്തിനകത്തേക്ക് പ്രവേശിക്കും. ഇവിടെ മേൽതന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ളവർ തങ്കയങ്കി സ്വീകരിച്ചുകൊണ്ട് ശ്രീകോവിലിന് അകത്തേക്ക് പോകും. അതിനുശേഷം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കുന്നത്. ശബരിമലയിലെ മണ്ഡല മഹോത്സവത്തിലെ ഏറ്റവും വിശിഷ്ടമായ ചടങ്ങുകളിലേക്ക് ഇപ്പോൾ സന്നിധാനം നടന്നിരിക്കുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര സോപാനത്തെത്തിയിരിക്കുന്നു. സോപാനത്തെത്തിയിരിക്കുന്ന തങ്കയങ്കിയെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ഇപ്പോൾ ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ദേവസ്വം മന്ത്രി വാസവൻ, അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമായിരിക്കുകയാണ്. ശബരിമല സന്നിധാനത്തേക്ക് ശ്രീകോവിലിനകത്തേക്ക് അയ്യപ്പ വിഗ്രഹം ചാർത്താനുള്ള തങ്കയങ്കിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തങ്കയങ്കി ഇപ്പോൾ ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ശരണം വിളികളിൽ ദുരിതമായ അന്തരീക്ഷത്തിൽ തങ്കയങ്കി ഇപ്പോൾ ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തും. അതിനുശേഷം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കുക. ഈ മണ്ഡല മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായ ആ ഒരു സമയമുഹൂർത്തത്തിലൂടെയാണ് ശബരിമല സന്നിധാനം കടന്നു പോകുന്നത്. തങ്കയങ്കി ഇപ്പോൾ ശ്രീകോവിലിനകത്തേക്ക് ഏറ്റുവാങ്ങി ശ്രീകോവിലിന്റെ നടയടച്ചിരിക്കുകയാണ്. ഇപ്പോൾ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇനി നടക്കുക. ദീപാരാധന നടക്കുന്ന ഈ സമയത്ത് സ്വാമിമാർക്ക്, അയ്യപ്പ ഭക്തന്മാർക്ക് ഇപ്പോൾ സന്നിധാനത്തേക്ക് പ്രവേശനമില്ല. ഇനി 6:40 ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നതിന് ശേഷം മാത്രമായിരിക്കും അയ്യപ്പ ഭക്തർക്ക്, സ്വാമിമാർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. നേരത്തെ തന്നെ 18ാം പടി ചവിട്ടിയ അയ്യപ്പന്മാർ ഇപ്പോൾ ക്യൂ കോംപ്ലക്സിലും മറ്റുമായി കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് 6:40 ശേഷം സന്നിധാനത്തേക്ക് അയ്യപ്പ ദർശനത്തിനായുള്ള അവസരമൊരുക്കി നൽകും. ഒരുപക്ഷെ ഈ അയ്യപ്പ ഭക്തന്മാരുടെ, ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഒരു ആഗ്രഹിക്കുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ടു തൊഴുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമുള്ള അയ്യപ്പ വിഗ്രഹത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ സാഫല്യം എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുഹൂർത്തത്തിനായി ആയിരക്കണക്കിന് സ്വാമിമാർ, ഭക്തജനങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ സന്നിധാനത്തിന് പുറത്തെ കോംപ്ലക്സിലും മറ്റുമായി കാത്തു നിൽക്കുന്നുണ്ട്. 5 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിയ സ്വാമിമാർ ഇപ്പോൾ നടപ്പാന്തലിൽ ക്യൂവിലാണുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ശരംകുത്തി വരെ ഇപ്പോൾ സ്വാമിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ദർശനം അനുവദിക്കുന്നത്. 22-ാം തീയതി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിൽ ആചാരപരമായിട്ടുള്ള വരവേൽപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിൽ എത്തിച്ചേർന്നത്. പമ്പയിൽ ദേവസ്വം മന്ത്രി EN വാസവൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. അതിനുശേഷം പമ്പ ഗണപതി കോവിലിൽ പ്രവേശിച്ച തങ്കയങ്കി ഘോഷയാത്ര അവിടെ തങ്കയങ്കി ഉത്സവം വണങ്ങുന്നതിനായിട്ടുള്ള അവസരവും ഭക്തജനങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം 3:30 തങ്കയങ്കി ഘോഷയാത്ര പമ്പ അയ്യപ്പൻ കോവിലിൽ നിന്നും. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷ് തുടരുക. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ നേരിട്ടൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.
ഫ്രണ്ടിലോട്ട് കയറാൻ പോകും. ഫ്രണ്ടിലോട്ട്. ആ ഓക്കെ മതി. ചേട്ടാ ഫ്രണ്ടിലോട്ട്. ഓക്കെ മതി. ശരി. ചേട്ടാ